അത്രയും ഇമ്പോർട്ടൻ്റ് ആയ തിയറമാണ് റോൾസ് തിയറം. എന്ത് വന്നാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, സിമ്പിളായിട്ടുള്ള ഡെഫിനിഷനുമാണ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതിയ കണ്ടത് വിചാരിക്കേണ്ട, വളരെ ചെറിയ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, പ്രൂഫൊന്നും വേണ്ട. സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആക്കി തരാം. ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് റിയൽ റൂട്ട്സ് എ ആൻഡ് ബി ഓഫ് എ പോളിനോമിയൽ there is at least one and at any rate an odd number of roots of its derivative f dash x. പെട്ടെന്ന് പറയാൻ മനസ്സിലാവില്ല, ക്ലിയർ ആക്കി തരാം. ഇപ്പോൾ എഫ് ഓഫ് എക്സ് പറഞ്ഞൊരു പോളിനോമിയൽ ഉണ്ടെന്ന് എഴുതാം, അതിൻ്റെ 2 റൂട്ട്സും കിട്ടിയെന്ന് എഴുതാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 5x + 6 = 0. ഓക്കെ, അതിൻ്റെ 2 റൂട്ട്സാണ് 2ഉം 3ഉം. ആ 2ൻ്റെയും 3ൻ്റെയും ഇടയ്ക്ക് എഫ് ഡാഷ് എക്സിൻ്റെ ഒരു റൂട്ടെങ്കിലും ഉണ്ടാവും. ഓക്കെ, എഫ് ഓഫ് എക്സിൻ്റെ ഒരു റൂട്ട്, 2 റൂട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് എഫ് ഡാഷ് എക്സിൻ്റെ ഒരു റൂട്ടെങ്കിലും ഉണ്ടായിരിക്കും. അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി അറ്റ് എനി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എനി കോസ്റ്റ്, അല്ലെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ടും എന്ത് മീനിങ്ങാണ്, ഓഡ് നമ്പർ ഓഫ് റൂട്ട്സ് ഉണ്ടായിരിക്കും. ഓക്കെ, എഫ് ഓഫ് എക്സിൻ്റെ 2 റൂട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ എഫ് ഓഫ് എക്സിൻ്റെ ഒരു റൂട്ടും ഉണ്ടായിരിക്കും. അത്രയുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ നിങ്ങൾ വേറൊരു ലെവലിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എടുത്തു എന്ന് കരുതാം. എഫ് ഓഫ് എ = 0, എഫ് ഓഫ് ബിയും 0 ആണെന്ന് കരുതാം. അതായത് എയിലും 0 ആണ്, ബിയിലും ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് 0 ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഗ്രാഫായിട്ട് വരയ്ക്കുന്നുണ്ട്, ഫംഗ്ഷൻ ഇവിടെയും 0 ആണ്, ഈ പോയിന്റിലും 0 ആണെന്നുണ്ടെങ്കിൽ, ഇത് എന്തായാലും കർവ് പോയിട്ട് മേലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും താഴത്തേക്ക് വരണ്ടല്ലോ. ഈ പോയിന്റിൽ എന്തായിരിക്കും, ഡെറിവേറ്റീവ് 0 ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് റോൾസ് തിയറം എന്ന് പറഞ്ഞിട്ട് തന്നെ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു. കാര്യം എത്രയേ ഉള്ളൂ, എഫിൻ്റെ 2 സീറോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തായാലും ഒരു റൂട്ടെങ്കിലും ഡെറിവേറ്റീവിനും ഉണ്ടായിരിക്കും. ഓക്കെ, എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും 0 ആണെങ്കിൽ ദർ ഇസ് അറ്റ്ലീസ്റ്റ് 1 സി ബിലോങ്സ് ടു എ ബി. ഇതിൻ്റെ ഇടയ്ക്ക് സി എന്നൊരു നമ്പർ ഉണ്ടായിരിക്കും, ഡെറിവേറ്റീവ് 0 ആവുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആക്കി പഠിക്കുക. റോൾസ് തിയറം സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി, പ്രൂഫ് വേണ്ട. ഇനി കൊറോളറി പറയുകയാണെങ്കിൽ നേരെ തിരിച്ച് പറയാം. ഓക്കെ, 2 കോൺസിക്യൂട്ടീവ് റൂട്ട്സ് സി ആൻഡ് ഡി എഫ് ഡാഷ് എക്സിൻ്റെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് എഫ് ഓഫ് എക്സിൻ്റെ അറ്റ്മോസ്റ്റ് 1 റൂട്ടേ ഉണ്ടാവുള്ളൂ. മറ്റേത് അറ്റ്ലീസ്റ്റ് എന്നുള്ള വാക്ക്, ഇത് അറ്റ്ലീസ്റ്റ്, അറ്റ്മോസ്റ്റ്. ഓക്കെ, എഫ് ഡാഷ് എക്സിൻ്റെ 2 റൂട്ടുകൾ സിയും ഡിയും എടുത്തു കഴിഞ്ഞാൽ, അതായത് എഫ് ഡാഷ് സിയും 0 ആണ്, എഫ് ഡാഷ് ഡിയും 0 ആയിട്ട് 2 പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ അറ്റ്മോസ്റ്റ് 1 റൂട്ട്, മാക്സിമം 1 ഉണ്ടാവുള്ളൂ എന്ന്, ചിലപ്പോൾ ഒന്നും ഉണ്ടാവാതിരിക്കും. അപ്പോൾ കൊറോളറിയും കൂടെ പഠിച്ച് വയ്ക്കുക. ഓക്കെ, റോൾസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. എഫ് ഓഫ് എക്സിൻ്റെ 2 റൂട്ട്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഉറപ്പായിട്ടും ഒരു റൂട്ടെങ്കിലും എഫ് ഡാഷ് എക്സിന് ഉണ്ടാവും. എഫ് ഡാഷ് എക്സിൻ്റെ 2 റൂട്ട്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടിപ്പോയ ഒരു റൂട്ടേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഒന്നും ഉണ്ടാവാം, 2 ഒരിക്കലും ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ കൊറോളറി. സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ അവിടെ പറഞ്ഞത്. നമുക്ക് വേണ്ട പ്രോബ്ലം ചെയ്യാനുള്ള കാര്യമാണ് സെപ്പറേഷൻ ഓഫ് റൂട്ട്സ്. ഇത് ഒരു പോളിനോമിയൽ തന്നിട്ട് റൂട്ട്സ് സെപ്പറേറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഇത് നിർബന്ധമായിട്ടും പഠിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് റൂട്ട്സിനെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത്, പെർമനൻസ് ആൻഡ് വേരിയേഷൻ എന്നുള്ള ഈ 2 ടേം ഒന്ന് അറിഞ്ഞിരിക്കണം. കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. പെർമനൻറ്റ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് അറിയാലോ, അതായത് മാറാത്തത്. വേരിയേഷൻ, ചേഞ്ച് ഉണ്ടായി. ഓക്കെ, ആ ഒരു ബോധം ഉണ്ടായാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കരുതാം A0, A1, A2, AN എന്ന് പറഞ്ഞിട്ട് കുറച്ചൊരു സീക്വൻസ് ഓഫ് നോൺ സീറോ നമ്പേഴ്സ് ആണെന്ന് കരുതാം, 0 അല്ലാത്ത കുറച്ച് നമ്പേഴ്സ് ആണെന്ന് കരുതാം. 2 നമ്പേഴ്സിന് ഒരേ സൈൻ വന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഓർഡറിൽ അങ്ങനെ എഴുതിയിരിക്കാം. ഇപ്പോൾ ഇതിൻ്റെ സൈനും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയും അത് പെർമനൻസ് ആണെന്ന്, അതായത് മാറിയിട്ടില്ല, പെർമനൻറ്റ്. 2 സൈൻ, ഇതിപ്പോൾ 10ഉം ഇത് -5ഉം ആണെന്ന് കരുതാം, അവിടെ ഒരു വേരിയേഷനാണ്. അത്രയേ ഉള്ളൂ പെർമനൻസും വേരിയേഷനും. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 ടേംസിന് ഒരേ സൈൻ ആണെന്നുണ്ടെങ്കിൽ അത് പെർമനൻസ്, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ടേംസിന് ഓപ്പോസിറ്റ് സൈൻ ആണെന്നുണ്ടെങ്കിൽ അത് വേരിയേഷൻ. ഓക്കെ, അത്രയുള്ള പെർമനൻസും വേരിയേഷനും. ഇത് വെച്ചിട്ടാണ് നമ്മൾ റിയൽ റൂട്ട്സിൻ്റെ എണ്ണം തീരുമാനിക്കുന്നത്. അപ്പോൾ സിമ്പിൾ പരിപാടിയാണ്, അത്ര എളുപ്പമാണ്. ഓക്കെ, ഞാൻ പെർമനൻസ് വേരിയേഷൻ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ തന്നെ നോക്കി നോക്ക്, എത്ര പെർമനൻസ് ഉണ്ട്, എത്ര വേരിയേഷൻ ഉണ്ട്. ഇത് വേരിയേഷനാണ്, അല്ല ഇത് പെർമനൻസാണ്. ഇത് -3, 4 എന്ന് പറഞ്ഞാലോ അത് വേരിയേഷനാണ്, ഇത് പെർമനൻസാണ്. ഇത് വേരിയേഷനാണ്, ഇത് വേരിയേഷനാണ്. ഓക്കെ, സൈൻ മാറി, ഇവിടെ പെർമനൻസാണ്, ഇവിടെയും പെർമനൻസ്, ഇവിടെ പെർമനൻസ്, ഇവിടെ വേരിയേഷൻ, ഇത് പെർമനൻസ്, ഇത് വേരിയേഷൻ. ഓക്കെ, അപ്പോൾ എത്ര വി ഉണ്ട് അത്രയും വേരിയേഷൻസ്, എത്ര പി ഉണ്ടോ അത്രയും പെർമനൻസ്. അപ്പോൾ ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ വേരിയേഷൻ പെർമനൻസും കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു പണിയില്ലല്ലോ, ജസ്റ്റ് കൗണ്ട് ചെയ്ത് എഴുതിയാൽ മതി. വേരിയേഷൻസ് 5 എണ്ണം ഇവിടെ, പെർമനൻസ് 6 എണ്ണം. ഇനി ഇങ്ങനെ വന്നു എഴുതാം, 0 വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആ 0നെ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഇവിടെ 0 ഇല്ല എന്ന് കരുതാം. അപ്പോൾ നിങ്ങളിവിടെ
1 മൈനസ് നേരെ 1 മൈനസ് കൊണ്ട് നോക്കുക, ഇത് വേരിയേഷനാണ്, ഇത് പെർമനൻസ് ആണ്. ഈ 0നെ നിങ്ങൾ മൈൻഡ് ചെയ്യുക വേണ്ട. പിന്നെ നിങ്ങൾ നോക്കേണ്ട -1ഉം 2 ആണ്, അത് വേരിയേഷനാണ്. 2ഉം 3ഉം നോക്കിക്കഴിഞ്ഞാൽ അത് പെർമനൻസാണ്, ഇത് വേരിയേഷനാണ്, ഇതും പെർമനൻസാണ്. പിന്നെ സീറോസാണ്, മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഇവിടെ എത്ര വേരിയേഷൻസ് ഉണ്ട്? വേരിയേഷൻസ് 1 2 3 എണ്ണം, പെർമനൻസ് 2 എണ്ണം. 0 വന്നു കഴിഞ്ഞാൽ 0 മൈൻഡ് ചെയ്യണ്ട, അത്രയേ ഉള്ളൂ. നോൺ സീറോ നമ്പേഴ്സ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, പെർമനൻസും വേരിയേഷനും കൗണ്ട് ചെയ്യാം. ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എത്രയേ ഉള്ളൂ, എത്ര വേരിയേഷൻസ് ഉണ്ടോ അത്രയും റിയൽ റൂട്ട്സ് ഉണ്ടായിരിക്കും. ഇത് ബോക്സ് ചെയ്ത് പഠിച്ച് വയ്ക്കുക. എത്ര വേരിയേഷൻസ് നിങ്ങൾക്ക് കൗണ്ട് ചെയ്ത് കിട്ടിയോ അത്രയും റിയൽ റൂട്ട്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് ഇത്. ശരി, ഇനി സെപ്പറേഷൻ ഓഫ് റൂട്ട്സ് മെത്തേഡിലേക്ക് നേരിട്ട് പോവാണ്. ഇപ്പോൾ നിങ്ങൾക്കുള്ള പെർമനൻസ് വേരിയേഷൻസ് പറഞ്ഞു തന്നു. ഇനി സെപ്പറേഷൻ ഓഫ് റൂട്ട്സ് മെത്തേഡ്. നിങ്ങൾ ആദ്യം f(x) തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ്, അത് നിങ്ങൾക്കറിയാം. എന്നിട്ട് അതിൻ്റെ റൂട്ട്സ് കാണാം. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയും, നമ്മൾ ഡെറിവേറ്റീവ് 0 എന്ന പോയിൻറ്റ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ അടുത്തത് നിങ്ങൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് അഥവാ f'(x) = 0 എന്ന് കൊടുത്തിട്ട് അവിടെ സോൾവ് ചെയ്യാം. നിങ്ങൾക്ക് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാം, രണ്ടാമത്തെ സ്റ്റെപ്പ്. എന്നിട്ട് കുറേ റൂട്ട്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അതിന് C1 C2 ഇങ്ങനെ ഒരു അസെൻഡിങ് ഓർഡറിൽ എഴുതുക, കൂടി വരുന്ന ക്രമത്തിൽ ഓർഡറിൽ ലിസ്റ്റ് ചെയ്യാം. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. എളുപ്പമുള്ള പരിപാടിയാണ്. ഇനി എല്ലാത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെറിവേറ്റീവ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. നിങ്ങൾ എഫിനകത്ത് f(c1), f(c2), f(c3), f(cr) ഇതൊക്കെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് ഇങ്ങനെ എഴുതി കൊടുക്കാം. ഓക്കെ, ഒപ്പം ലെഫ്റ്റിൽ f(-∞)യും f(∞)യും ഇത് വാല്യൂ കാണാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഇത് 2 തലയ്ക്ക് എഴുതി കൊടുക്കും. ഞാൻ പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, 2 തലയ്ക്കും ഇതിൻ്റെ സൈനും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമ്മൾ നമ്പർ ഓഫ് വേരിയേഷൻസും നമ്പർ ഓഫ് പെർമനൻസും കൗണ്ട് ചെയ്യാം. എത്ര വേരിയേഷൻസ് ഉണ്ടോ അത്ര റിയൽ റൂട്ട്സ് ഉണ്ടായിരിക്കും. അത് ഏതൊക്കെ ഇൻ്റർവെൽസിലാണെന്നും കൂടെ എഴുതി കൊടുക്കുക. ഇത്രയാണ് ചെയ്യേണ്ടത്. ഡെറിവേറ്റീവ് കാണാം, ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കാണാം. ആ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഒരു ഓർഡറിൽ എഴുതി കൊടുക്കുക. അതിലൊക്കെ ഫംഗ്ഷൻ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. f(-∞), f(∞)യും കൂടെ സൈൻ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെയൊക്കെ സൈനും ചെക്ക് ചെയ്യണം. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ വേരിയേഷൻസ് കൗണ്ട് ചെയ്യാൻ അറിയാമല്ലോ. എത്ര വേരിയേഷൻസ് ഉണ്ടോ അത്ര റിയൽ റൂട്ട്സ് ഉണ്ട്. ഏതൊക്കെ ഇൻ്റർവെൽസിലാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പ്രോബ്ലത്തിലേക്ക് പോവാം. ഞാൻ 2 പ്രോബ്ലം ഇങ്ങനത്തെ എടുത്തിട്ടുള്ളൂ, സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് ഇത് പിന്നെ ഒന്ന് ഇതും. ശരി, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് f(x) തന്നിട്ടുണ്ട്. സെപ്പറേറ്റ് ദ റൂട്ട്സ് തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് വയ്ക്കാം. ഡെറിവേറ്റീവ് എനിക്ക് കിട്ടിയ ഒരു 3rd ഡിഗ്രിയാണ്. അപ്പോൾ തന്നെ ആലോചിക്കുക, 3rd ഡിഗ്രി സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അടവുകൾ നോക്കി നോക്കുക. ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് തരുള്ളൂ. ഇപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ വന്നത്, അതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, 12 ഔട്ട്സൈഡ് എടുത്തു. x³ - x² - x+1 ആണ്. 2ൽ നിന്നും ഈ 2 ടേമിൽ നിന്നും x² പുറത്തേക്ക് എടുക്കാമല്ലോ. അപ്പോൾ എന്താ വരിക? ഒരു x-1 വരിക. പിന്നെ ഈ -x+1 അതൊരു മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതും x-1 ആയി പോകില്ലേ? അപ്പോൾ ഇവിടെ ഒരു x-1 ഉണ്ട്, ഇവിടെ ഒരു x-1 ഉണ്ട്. x-1 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ x² × x-1 എന്ന് x-1 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ x² ഉണ്ടാവും. x-1 എന്ന് x-1 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 ഉണ്ടായിരിക്കും. അപ്പോൾ 12 × x-1 × x² - 1 എന്ന് പറഞ്ഞാൽ x+1 × x-1 വേണമെങ്കിൽ x-1 ചേർത്തിട്ട് x-1 എന്ന് എഴുതാം, നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അവിടെ തീർന്നു. പക്ഷേ അതിൻ്റെ റൂട്ട്സ് കാണാൻ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി തന്നെ വേണം, അല്ലെങ്കിൽ റൂട്ട്സ് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. 3rd ഡിഗ്രി ആണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പോൾ f'(x) = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് 0 ആവുന്ന എപ്പോഴാണ്? ഒന്നുകിൽ ഈ നമ്പർ 0 ആവും, അല്ലെങ്കിൽ ഈ നമ്പർ 0, അല്ലെങ്കിൽ x-1 എന്തായാലും 0. അപ്പോൾ x-1 എപ്പോഴാണ് 0 ആവുക? x = 1 ആകുമ്പോൾ. x+1 എപ്പോഴാണ് 0 ആവുക? x = -1 ആകുമ്പോൾ. അതായത് റൂട്ട്സ് കിട്ടി. റൂട്ട്സ് ആർ -1 and 1. ഇത് മൂന്നാമത്തെ സ്റ്റെപ്പാണ്, ഓർഡറിൽ എഴുതൽ. എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ, ഓർഡറിൽ എഴുതണം. -1 ആണ് ആദ്യം, പിന്നെ 1. ഇനി ഞാൻ പറഞ്ഞല്ലോ f(∞), f(-∞) ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ മുന്നേ കിട്ടിയ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അതിലൊക്കെ ഫംഗ്ഷൻ വാല്യൂസ് ചെക്ക് ചെയ്യുക. f(-1) ഫംഗ്ഷനിൽ വേണം കേട്ടോ, ഡെറിവേറ്റീവിലല്ല. ഫംഗ്ഷനകത്ത് -1 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ -12 കിട്ടും. 1 ഇട്ട് കൊടുക്കുക. f(1) ചെയ്ത് വന്നു കഴിഞ്ഞാൽ 4 കിട്ടും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് വെച്ച് 4ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ വേരിയേഷൻസ് എങ്ങനെ കൗണ്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അതിന് മുമ്പ് എനിക്ക് f(-∞)യും f(∞)യും കൂടെ വേണമല്ലോ, അതിൻ്റെ സൈന് മതി. ഓക്കെ, ഇതിൻ്റെ ഈ വാല്യൂസിനൊന്നും റോളില്ല കേട്ടോ. അതിൻ്റെ സൈൻ അവിടെ മൈനസാണ്, ഇവിടെ പ്ലസ് ആണെന്നുള്ള മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി നേരത്തെ എഴുതാൻ പോവാം. f(-∞), f(-1), f(1), f(∞) ഇതിൻ്റെയൊക്കെ ഓർഡറിൽ തന്നെ വേണേ. -∞ ആദ്യം, പിന്നെ -1, പിന്നെ 1, പിന്നെ ∞. ഓർഡറിൽ തന്നെ വേണം. എന്നിട്ടൊക്കെ ആ സൈന് നോട്ട് ചെയ്യണം, എന്നാലേ വേരിയേഷൻസ് കിട്ടുള്ളൂ. ഇനി എങ്ങനെയാണ് f(-∞), f(∞) സൈന് തിരിച്ചറിയുക എന്നുള്ളത്? സിമ്പിളാണ്. നിങ്ങളുടെ ലീഡിങ് പവർ, തന്ന ഫംഗ്ഷൻ്റെ ലീഡിങ് പവർ ഉണ്ടല്ലോ, അത് ഈവൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ അതിൽ ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ∞⁴ ഇൻഫിനിറ്റി തന്നെ. -∞ ആണെന്നുണ്ടെങ്കിലും ഈവൻ പവർ ആണെന്നുണ്ടെങ്കിൽ f(∞)യും പോസിറ്റീവ് ആയിരിക്കും, f(-∞)യും പോസിറ്റീവ് ആയിരിക്കും. ലീഡിങ് പവർ ഓഡ് ആണെന്നുണ്ടെങ്കിൽ f(∞) പോസിറ്റീവ് ആയിരിക്കും, അല്ലേ?
എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി നെഗറ്റീവ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3x⁴ വന്നു കഴിഞ്ഞാൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കും. എഫ് ഓഫ് ഇൻഫിനിറ്റി നമുക്ക് ആ സൈൻ മാത്രം മതി എന്ന് പറഞ്ഞല്ലോ. അതിന് പകരം 5x³ ആണ് വന്നതെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് ഇൻഫിനിറ്റി പോസിറ്റീവ്, എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി നെഗറ്റീവ്. ഓക്കെ, ഓഡ് പവർ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഓരോന്നിൻ്റെയും സൈൻസ് എഴുതി നോക്കിയുള്ളൂ. എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി പോസിറ്റീവാണ്, കാരണം ഇവിടെ എന്താണ് ലീഡിങ് പവർ, ലീഡിങ് പവർ അല്ലെങ്കിൽ ലീഡിങ് ടേം 3x⁴ ഈവൻ ആണ്. അതുകൊണ്ട് ഇതും എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റിയും പോസിറ്റീവ് ആവും, എഫ് ഓഫ് ഇൻഫിനിറ്റിയും പോസിറ്റീവ് ആവും. പിന്നെ നമുക്ക് കിട്ടിയ എഫ് ഓഫ് -1 എന്താ കിട്ടിയത്? -12 കിട്ടിയത്. ഓക്കെ, അത് എഴുതി കൊടുക്കണം. -1 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. -1 കൊടുത്തപ്പോൾ നെഗറ്റീവാണ്. എഫ് ഓഫ് 1 4 ആണ്, അപ്പോൾ അത് പോസിറ്റീവാണ്. ഇനി നമുക്ക് വേരിയേഷൻസ് കൗണ്ട് ചെയ്യാം. ഏതൊക്കെ വേരിയേഷൻസ്? ഇതൊരു വേരിയേഷനാണ്. അതുപോലെ നെഗറ്റീവ് നിന്ന് പോസിറ്റീവേക്കായി, ഇതും വേരിയേഷനാണ്. പക്ഷേ ഇത് വേരിയേഷനല്ല, ഇത് പെർമനൻസാണ്. ഇത് 2 വേരിയേഷൻസ്. അപ്പോൾ 2 വേരിയേഷൻസ് ഉണ്ട്, 2 റിയൽ റൂട്ട്സ് ഉണ്ട്. റിയൽ റൂട്ട്സിൻ്റെ എണ്ണം നമുക്ക് കിട്ടി. ഇനി അതൊക്കെ ഏതൊക്കെ ഇൻ്റർവെല്ലിൽ വരും എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു നമ്പർ ലൈൻ വരച്ച് കൊടുക്കുക. ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇത്രയുള്ള ചെയ്യേണ്ടത്. ഡെറിവേറ്റീവ് കണ്ടു, റൂട്ട്സ് കണ്ടു, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതൊന്ന് വേരിയേഷൻസ് കൗണ്ട് ചെയ്തു. ഇനി അത് ഏതൊക്കെ ഇൻ്റർവെല്ലിലാണെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു നമ്പർ ലൈൻ വരച്ച് നോക്കാം. -∞ ഏറ്റവും ലെഫ്റ്റ് ഹാൻഡിൽ, റൈറ്റ് ഹാൻഡിൽ ഇൻഫിനിറ്റി. ഓക്കെ, ഇനി നമ്മൾ റൂട്ട്സ് കിട്ടിയ റൂട്ട്സ് അതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. -1 +1 അല്ലേ? ഇനി അവിടുത്തെ സൈനുകളും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. -∞ എന്തായിരുന്നു? ഇവിടെ പോസിറ്റീവായിരുന്നു. -1 നെഗറ്റീവ്, ഇവിടെ എഗെയിൻ പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ്. അപ്പോൾ റൂട്ട്സ് എവിടെ ഉണ്ടാവുക? ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ പോസിറ്റീവായിരുന്നു ഫംഗ്ഷൻ വാല്യൂ, ഇവിടെ എത്തിയപ്പോഴേക്കും നെഗറ്റീവായി. അപ്പോൾ എപ്പോഴെങ്കിലും ഒരിടത്ത് 0 ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ റൂട്ട്സ് ഇപ്പോൾ ഉള്ളത് റൂട്ട്സ് ഏതൊക്കെ ഇൻ്റർവെല്ലിലാണ്? -∞ -1. ഇതിനകത്ത് എപ്പോഴെങ്കിലും 0 ആയിട്ടുണ്ടാവും. അതുപോലെ നെഗറ്റീവായിരുന്നു ഇവിടെ എത്തിയപ്പോഴേക്കും പോസിറ്റീവ് ആയിരുന്നില്ല, ഇവിടെ ഓരോരുത്ത് 0 ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇൻ്റർവെല്ലിലാണെന്ന് നമുക്ക് മനസ്സിലായി. ഈ -∞ -1 പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടുത്തം തരാത്ത ആളാണ്. അപ്പോൾ നമുക്ക് ആ -∞ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുക ഈ ഒരു ഇൻ്റർവെല്ലിൽ. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യം പോലെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു റിയൽ റൂട്ട് ഉണ്ട്, ഇവിടെ ഒരു റിയൽ റൂട്ട് ഉണ്ട്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ പിന്നെയും കുറച്ചും കൂടെ നല്ല -1 1 എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഇൻ്റർവെല്ല. -∞ പറയുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉള്ളൊരു -2 കൂടെ ഫംഗ്ഷൻ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് കിട്ടിയത് 31 ആണ്. ഇത് പോസിറ്റീവാണ്. അപ്പോൾ -2 പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് ഇൻ്റർവെല്ലൊന്ന് ചെറുതാക്കി പറഞ്ഞൂടെ? പോസിറ്റീവ് നെഗറ്റീവിലേക്ക് ആയെന്നുണ്ടെങ്കിൽ ഇതിനകത്തായിരിക്കില്ലേ റൂട്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഇൻഫിനിറ്റി വരുന്ന ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ളൊരു നമ്പർ എടുത്തിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ പോസിറ്റീവ് തന്നെ വന്നു എന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം -2 -1 കൺക്ലൂഷൻ ഇതാണ്. എഫ് ഓഫ് എക്സ് = 0ന് 2 റിയൽ റൂട്ട്സ് ഉണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി, 2 റിയൽ റൂട്ട് ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഏതൊക്കെ ഇൻ്റർവെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ -2 -1 ഒരു റൂട്ടുണ്ട്, ആൻഡ് അടുത്തത് -1 1. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ ഞാൻ കാണിച്ചു തരാം. സിമ്പിളാണ്. ശരി, സെപ്പറേറ്റ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഡെറിവേറ്റീവ് കാണുന്നു. ഡെറിവേറ്റീവ് കാണുമ്പോൾ ശ്രദ്ധിക്കുക, 3rd ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ അറിയണം. 3 പുറത്തേക്ക് എടുത്തു എല്ലാത്തുനിന്നും. പിന്നെ ഇവിടെ നോക്കി നോക്കി, ഒരു 4x ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു x. ശരി, ഇവിടെ 4x + 1 ഒക്കെ ഉണ്ട്. നോക്കി മനസ്സിലാവും. നേരത്തെ ചെയ്ത പോലെ തന്നെ x² പുറത്തേക്ക് എടുക്കാം. x² പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 4x, ഇവിടെ -1 ആയി പോവും. ഇവിടെ അതെ, ഇവിടെ 4x -1 ആണ്. ഇതിനെ 4x -1 ആക്കാൻ ഒരു മൈനസ് പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോൾ ഇതും 4x -1 ആവും. അപ്പോൾ 2 4x -1. ഇനി ഈ ടേമിൽ 4x -1 ഉണ്ട്, ഇതിൽ 4x -1 ഉണ്ട്. 4x -1 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ പിന്നെ ഇവിടെ ഉണ്ടാവും ഒരു x² ആണ്, ഇവിടെ ഉണ്ടാവും ഒരു 1 ആണ്. അപ്പോൾ നമുക്ക് ഫോമാറ്റ് കിട്ടി 3 × 4x - 1 × x² - 1. ശരിക്കും ഇവിടെ ഒന്നും കൂടെ നന്നാക്കി എഴുതായിരുന്നു. 3 × 4x - 1 × x² - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x + 1 × x - 1. എന്തായാലും f' ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 0 കാണാൻ അല്ലെങ്കിൽ റൂട്ട്സ് കാണാൻ എളുപ്പമായിരിക്കുമല്ലോ. f' = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 4x - 1 × x + 1 × x - 1 = 0 എന്ന് കൊടുക്കുക. ഇത് എപ്പോഴാണ് 0 ആവുക? ഒന്നുകിൽ 4x - 1 = 0 ആവണം, അല്ലെങ്കിൽ x + 1 0 ആവണം, അല്ലെങ്കിൽ x - 1 0 ആവണം. 4x - 1 0 ആവുന്ന എപ്പോഴാണ്? എക്സിന് കണ്ടുപിടിക്കാം. -1 അങ്ങോട്ട് പോയി 1 ആയി, x = 1/4. x + 1 എപ്പോഴാണ് 0 ആവുക? x = -1 ആകുമ്പോൾ. x - 1 എപ്പോഴാണ് 0 ആവുക? x = 1 ആകുമ്പോൾ. റൂട്ട്സ് 3 കിട്ടിയല്ലോ. ശ്രദ്ധിക്കുക, അടുത്ത സ്റ്റെപ്പിൽ ഓർഡർ ലൈൻ എഴുതണം. ഏതാ ഓർഡർ? ഏറ്റവും ചെറുത് -1, പിന്നെ 1/4, പിന്നെ 1. റൂട്ട്സ് എല്ലാം കിട്ടി. ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, റൂട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലൈ ചെയ്ത പോലെ കാണിക്കുന്നതേ ഉള്ളൂ. f of -1, f of 1/4, f of 1 ഇത് 3 കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഈ സൈനാണ് വേണ്ടത്. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണെന്നാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം, തെറ്റാതെ ചെയ്യുക. ഫംഗ്ഷനകത്ത് കിട്ടിയ 3 റൂട്ട്സും -1, 1/4, 1 അപ്ലൈ ചെയ്യുക.
നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂസ് നോട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇനി സൈനുകൾ എഴുതാൻ പോകാമെന്ന്. എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി, എഫ് ഓഫ് -1, എഫ് ഓഫ് 1/4, എഫ് ഓഫ് 1, എഫ് ഓഫ് ഇൻഫിനിറ്റീൻ്റെയൊക്കെ സൈൻസ് എഴുതിയിട്ടാണ് നമ്മൾ വേരിയേഷൻസ് കൗണ്ട് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റീൻ്റെയും സൈൻ വേണ്ടേ? ഞാൻ പറഞ്ഞു സൈൻ തിരിച്ചറിയാൻ നിങ്ങൾ കാൽക്കുലേറ്റ് ഒന്നും ചെയ്യേണ്ട. ലീഡിങ് പവർ ഏതാ അല്ലെങ്കിൽ ലീഡിങ് ടേം ഏതാ നോക്കുക. ലീഡിങ് ടേം ഇവിടെ 3x⁴ അല്ലേ? അപ്പോൾ ഈവൻ ആയതുകൊണ്ട് എഫ് ഓഫ് ഇൻഫിനിറ്റി പോസിറ്റീവ് ആയിരിക്കും, എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി പോസിറ്റീവ്, എഫ് ഓഫ് ഇൻഫിനിറ്റി പോസിറ്റീവ്. അതിൻ്റെ ഇടയിലുള്ളത് നമുക്ക് കിട്ടി. എഫ് ഓഫ് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണ്, എഫ് ഓഫ് 1/4 പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവാണ്, എഫ് ഓഫ് 1 പറഞ്ഞാൽ 0. ഇതാണ് പ്രശ്നം. എഫ് ഓഫ് 1 = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇതൊരു സ്പെഷ്യൽ കേസാണ്. എഫ് ഓഫ് 1ഉം 0, നമ്മൾ ഈ 1ൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിൻറ്റ്സാണ്, ക്രിട്ടിക്കൽ പോയിൻറ്റ്സാണ്. എഫ് ഓഫ് 1ഉം 0, f'1ഉം 0, ഇതല്ലേ നമുക്ക് കിട്ടിയത്. വിച്ച് ഇംപ്ലൈസ് 1 ഈസ് എ ഡബിൾ റൂട്ട്. ഓക്കെ, എഫ് ഓഫ് എക്സും 0 ആണ്, f'(x)ഉം 0 ആണെന്നുണ്ടെങ്കിൽ ആ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡബിൾ റൂട്ട് ആയിരിക്കും. ഇത് നിങ്ങൾ സൈഡിൽ നോട്ടായിട്ട് തന്നെ എഴുതി പഠിച്ചോ. എഫ് ഓഫ് 1ഉം 0, f'(1ഉം 0 പറഞ്ഞു കഴിഞ്ഞാൽ ആ 1 എന്ന വാല്യൂ ഒരു ഡബിൾ റൂട്ട് ആയിരിക്കും. നമ്മൾ മുമ്പ് എവിടെ പഠിച്ചിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ, ശരി. എന്തായാലും അപ്പോൾ നിങ്ങൾ അങ്ങനെ നമ്മളറിയാലോ വേരിയേഷൻസ് കൗണ്ട് ചെയ്യാൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് വേണ്ടത്. ഇയാൾ ആവശ്യമില്ല, ഇയാളവിടെ എഴുതുക വേണ്ട. ഇയാൾ ഉണ്ടെങ്കിൽ ബാധ്യതയാണ്, അല്ലെങ്കിൽ 0 ഉണ്ടെങ്കിൽ മൈൻഡേ ചെയ്യണ്ട. നമുക്ക് ബാക്കിയുള്ള വെച്ചിട്ട് വേരിയേഷൻസ് കൗണ്ട് ചെയ്യാം. ഇതൊരു വേരിയേഷനാണ്, ഇതും വേരിയേഷനാണ്. പിന്നെ പോസിറ്റീവ് പോസിറ്റീവ് നേരെ അങ്ങോട്ട് ചാടിക്കോ, നോക്കണ്ട. ഇതെന്താ? പെർമനൻസാണ്. 2 വേരിയേഷൻസ് ഇംപ്ലൈസ് 2 റിയൽ റൂട്ട്സ്. ക്ലിയർ ആണല്ലോ? 2 വേരിയേഷൻസ് ഉണ്ട്, 2 റിയൽ റൂട്ട്സ് ഉണ്ട്. 2 റിയൽ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ മോശമാണ്. ആൻഡ് ഡബിൾ റൂട്ട് 1 അതുണ്ട്. 1 എന്നൊരു മൊത്തം 4 റൂട്ട്സ് ഉണ്ടാവും. 1 എന്നൊരു ഡബിൾ റൂട്ട് ഉണ്ടാവും. ഈ വേരിയേഷൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന 2 റിയൽ റൂട്ട്സും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ശരി, ഇനി നോക്കി നോക്കാം ഇനി ഏതൊക്കെ ഇൻ്റർവെൽസിലാണെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി 2 റിയൽ റൂട്ട് ഉണ്ട്, പിന്നെ ഒരു 1 എന്നൊരു ഡബിൾ റൂട്ടും ഉണ്ട്. ശരി, ഇനി ഇൻ്റർവെൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ -∞, ഇവിടെ +∞. നമ്മൾ ഇനി 1നെ മൈൻഡ് ചെയ്യണ്ട. -1ൽ എന്താ സൈൻ കിട്ടിയത്? -1ൽ എന്തായിരുന്നു? നെഗറ്റീവ്. 1/4 എന്തായിരുന്നു? പോസിറ്റീവ്. നമുക്ക് മനസ്സിലായി. ഒന്ന് ഈ ഇൻ്റർവെല്ലായിരിക്കും ഒരു റിയൽ റൂട്ട്, -∞, -1ലായിരിക്കും ഒരു റിയൽ റൂട്ട്. അതുപോലെ തന്നെ -1 1/4 അടുത്ത റിയൽ റൂട്ട്. ശരി, നമുക്ക് ആ ഇൻ്റർവെല്ലിനെ ഒന്ന് പ്രിസൈസ് ആക്കാം. -∞, -1ൽ നിന്ന് നമുക്ക് കുറച്ചും കൂടെ സോർട്ടാക്കാൻ -2ലുള്ള ഫംഗ്ഷൻ വാല്യൂ കൂടെ ഇവിടെ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കി. എഫ് ഓഫ് -2 ചെയ്തപ്പോൾ എനിക്ക് 39 കിട്ടിയത്, അതും പോസിറ്റീവാണ്. വിച്ച് ഇംപ്ലൈസ് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആയെങ്കിൽ നമുക്ക് ആ ഇൻ്റർവെല്ലിനെ ഇവിടേക്ക് ഒതുക്കാം. -2 -1 ഒരു റിയൽ റൂട്ട്. അതേപോലെ 0 ഇട്ട് കൊടുക്കാൻ വലിയ പണിയൊന്നുമില്ല. ഇതിനകത്തൊരു 0 ഉണ്ടാവുമല്ലോ. -1 1/4 ചെയ്യണം നിർബന്ധമൊന്നുമില്ല. എന്തായാലും ഇതിനകത്തൊരു 0 ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ആ 0 ഇട്ട് കൊടുക്കാൻ എളുപ്പമാണ്. ഇതൊക്കെ 0 ആയി പോകും. ബാക്കി എന്തുണ്ടാവും? 1. അപ്പോൾ എഫ് ഓഫ് 0 ചെയ്താൽ 1 ആണ്, അതും പോസിറ്റീവാണ്. അപ്പോൾ 0ൽ വാല്യൂ പോസിറ്റീവാണ്. നോക്കി നോക്കി, ഇതും വേരിയേഷൻ അല്ലേ? നെഗറ്റീവ് പോസിറ്റീവിലേക്കായി. അപ്പോൾ അടുത്ത ഇൻ്റർവെല്ലിൽ നമുക്ക് ഇത് എടുത്തൂടെ? -1 മുതൽ 0 വരെ. കൺക്ലൂഷൻ അതേ ഉള്ളൂ. 1 എന്നൊരു ഡബിൾ റൂട്ട് ഉണ്ടായിരിക്കും, പിന്നെ 2 റിയൽ റൂട്ട്സ് ഉണ്ടാവും. ഒരു റിയൽ റൂട്ട് -2 -1ലും ഒരു റിയൽ റൂട്ട് -1 0ലും. അതാണ് കൺക്ലൂഷൻ. എഫ് ഓഫ് x = 0 ഹാസ് എ ഡബിൾ റൂട്ട് അറ്റ് x = 1 ആൻഡ് ഹാസ് 2 റിയൽ സിമ്പിൾ റൂട്ട്സ്, 1 ഇൻ ഈച്ച് ഓഫ് ദ ഇൻ്റർവെൽസ്. -2 -1ൽ ഒരു റിയൽ റൂട്ട്, -1 0ൽ അടുത്ത റിയൽ റൂട്ട്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പുകൾ മറക്കണ്ട. ഡെറിവേറ്റീവ് കാണുക, ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കാണുക, ആ വാല്യൂസ് ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുക, സൈൻസ് ചെക്ക് ചെയ്യുക. ഒപ്പം എഫ് ഓഫ് ഇൻഫിനിറ്റി, എഫ് ഓഫ് -∞ സൈൻസും കൂടെ ചെക്ക് ചെയ്യുക. എന്നിട്ട് ഓർഡറിൽ ശ്രദ്ധിക്കുക, ഓർഡറിൽ തന്നെ എഴുതുക. വേരിയേഷൻസ് കൗണ്ട് ചെയ്യുക, എത്ര വേരിയേഷൻസ് ഉണ്ടോ അത്ര റിയൽ റൂട്ട്സ്. അതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ ഡെറിവേറ്റീവും ഫംഗ്ഷൻ വാല്യൂ 0 ആയിരുന്നുണ്ടെങ്കിൽ, ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൽ ഫംഗ്ഷൻ വാല്യൂയും കൂടെ 0 ആയിരുന്നുണ്ടെങ്കിൽ അത് ഡബിൾ റൂട്ടാണ്. എന്നിട്ട് ഇൻ്റർവെൽസ് ഇങ്ങനെ ഇതുപോലെ ചെക്ക് ചെയ്യുക. എന്നിട്ട് അതാണ് കൺക്ലൂഷനായിട്ട് എഴുതേണ്ടത്. ഇത്രയേ ഉള്ളൂ സെപ്പറേഷൻ ഓഫ് റൂട്ട്സ്. അത്ര എളുപ്പമാണ്. സ്കിപ്പ് ചെയ്തിട്ട് വെറുതെ മാർക്ക് കളയരുത്. ഓക്കെ, റോൾസ് തിയറവും സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാം.